ക്ലൈമറ്റിൽ ഈ ഒരു ആംബിയൻസിൽ ഒരു ചായ കുടിക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയാവില്ല. അതും നല്ല ഒന്നാം തരം ചായ. ഈ ഒരു തേയിലത്തോട്ടത്തിൽ ഉണ്ടാക്കുന്ന ചായന് ഞാൻ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. കമ്പനീൻ്റെ പേര് റോക്ക്വുഡ് എന്നാണ്. അപ്പോൾ ഇവരൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതാണ് ഒരു നല്ല ഫ്രെയിമിലും കാര്യങ്ങളിലൊക്കെ ഇട്ടാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു ആംബിയൻസിൽ ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഞാൻ കാണിച്ചു തരാം. വാ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമ്മളൊപ്പം ഉണ്ട്. ചായ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് റിലാക്സേഷൻ ആണല്ലോ, ഒരു മധുരമാണല്ലോ. അതിൻ്റെ ഒപ്പം ഒരു ഇരട്ടി മധുരം ആയിക്കാണ്ട് നമ്മുടെ ബക്കറാക്ക നമ്മളൊപ്പം ഉണ്ട് ഒരു ചായ പങ്കിടാൻ. ഈ ഒരു ആംബിയൻസിലാണ് നമ്മൾ ചായ കുടിക്കുന്നത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഈ ചായനെ കുറിച്ച് ഒരു നമ്മൾ പ്രേക്ഷകർക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ഒരു ഡീറ്റെയിൽ പറഞ്ഞത്. അതായത് ഇത് റോക്ക്വുഡിൻ്റെ ചായ ഔട്ട്ലെറ്റ് ആണ്. ചായപ്പുഴ ഒരു ഔട്ട്ലെറ്റ് ആണ്, അല്ലാതെ ഇവർ ഏജന്റ് അല്ല, അവരെ തന്നെ ഔട്ട്ലെറ്റ് ആണ്. സാധാരണ നമ്മൾ പുറത്തൊക്കെ ചായ പോയി കുടിക്കുമ്പോഴേ അത് ആ കളറിന് വ്യത്യാസം ഉണ്ടാവും. ഇത് നിങ്ങൾ കണ്ടെങ്കിൽ ഈ ചായ കുടിക്കുന്നത് തന്നെ നമുക്കൊരു ഉന്മേഷത്തിന് വേണ്ടിയാണ്. ആ ഉന്മേഷം തീർച്ചയായും ഇതിൽ നിന്ന് കിട്ടും. ഒന്ന്. രണ്ടാമത്, ഒരു ഒറിജിനൽ ചായപ്പൊടി, ഒരു മായം കലർത്തിയ ചായപ്പൊടി എങ്ങനെയാണ് എന്ന് നമ്മളെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക, എന്നിട്ട് ഒരു നുള്ളി ചായപ്പൊടി അതിലിട്ടാൽ അതിൽ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് കളർ എങ്ങനെ പൊന്തി വരും നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് ഒറിജിനൽ ചായപ്പൊടി ആണെങ്കിൽ 100% തിളച്ച വെള്ളത്തിലിട്ടെങ്കിൽ മാത്രമേ ആ കളർ മേലോട്ട് വരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ 4 ചായ പറഞ്ഞതിൽ ഒരു ചായ വിത്തൗട്ട് എടുത്തു. അതായത് നമ്മൾ പൊതുവെ ഇപ്പോൾ ആളുകൾ വിത്തൗട്ട് ചായ കുടിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ വിത്തൗട്ട് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ടെസ്റ്റ് അടിച്ചു. നമ്മളെ ചായപ്പൊടിൻ്റെ ആ കറൻ്റെ ടേസ്റ്റ് ഉണ്ടോ, അതല്ല ഇതിനുള്ളത്. ഇതിനൊരു സ്വീറ്റ്നെസ് ഓട്ടോമാറ്റിക് ഇതിനുണ്ട്. അതായത് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഒരു ചെറിയൊരു മധുരം. അതായത് നമുക്ക് മധുരം ഇടാത്ത ചായ ആണെന്നില്ല നമുക്കിത് അറിയണില്ല, എന്നാലും ആ ഫീലിംഗ് ഫുള്ളുണ്ട് ഒരു ചായ കുടിക്കുന്ന സുഖമെല്ലാം. ഇപ്പോൾ നമ്മുടെ പാലുണ്ടല്ലോ, പച്ചപ്പാലും മധുരം ഇടാതെ തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിനൊരു മധുരം ഉണ്ടാവുമല്ലോ. ആ ഒരു മധുരം ഈ ചായപ്പൊടിക്ക് ഉണ്ട് എന്നുള്ളത് ഇതിപ്പോൾ കുടിക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ വിത്തോട്ട് ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ഒരു രസം ഉണ്ടെന്നില്ല. ഇതാണ് വിത്തോട്ട് ചായന്റെ ടേസ്റ്റ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിത്തോട്ട് കൊണ്ടമാനം കുടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്ര ടേസ്റ്റിൽ സാധനം നമുക്ക് കിട്ടിയില്ല. ഞാനിതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ചായ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തത് നമ്മുടെ നീലഗിരിയിൽ നെല്ലക്കോട്ടൊക്കെ പോകുന്ന വഴിയിൽ ഇങ്ങനൊരു ഔട്ട്ലെറ്റ് കണ്ടു. ഫാക്ടറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്.